ചിന്തിക്കേണ്ടതാണ്. ഇവിടെ വായിച്ച വചനങ്ങൾ ഓരോന്നും തന്നെ രണ്ടാം പാഠമായി വായിച്ചത്, ഒരു 30-ാം സംഖ്യയിൽ നിന്ന് വായിച്ചത്, ഇവിടെ നമ്മൾ ആരാധന ക്രമത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ആരാധന വാക്കുകളും തന്നെ പറയലിനും പാപമോചനത്തിനും വേണ്ടി അപേക്ഷിക്കുന്ന വചനങ്ങളാണ്. ഇതെല്ലാ വർഷവും നമ്മൾ ഏറ്റുപറയുന്നതാണ്. എല്ലാ വർഷവും നമ്മളിത് ആലോചിക്കുന്നതുമാണ്. ഇതിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങളിൽ നിന്നും അല്പസമയത്തേക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ന്റെ 8, 9, 10 വാക്യങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്വർഗപിതാവേ, ദൈവത്തിൻ്റെ നോമ്പിൻ്റെ ഈ ദിവസത്തിൽ വചനവുമായി അടിയൻ ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ കർത്താവേ. വചനം വിവേചിച്ച് നൽകാനുള്ള കൃപയോ പ്രാഗൽഭ്യമോ ഒന്നും ഏഴയ്ക്കില്ല കർത്താവേ. വചനം അവിടുത്തെ വകയാണല്ലോ കർത്താവേ. പറയുന്ന ഏഴയുടെ നാവോടുകൂടെയും കേൾക്കുന്നതിൻ്റെ മക്കൾക്കും ഒരുപോലെ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. യേശുവിൻ്റെ നാമത്തിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. കൃപയുടെ കെട്ടിത്തരമല്ലണമേ. ആമീൻ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇത്. തന്റെ ശിഷ്യന്മാർ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആര് എന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി പറയുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. അവർ ചോദിച്ചത് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആര് എന്നാണ് ചോദിച്ചത്. എന്നാൽ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം വലിയവരെക്കുറിച്ചല്ല, അതിൽ ചെറിയവരാകുന്നത് എങ്ങനെയെന്നും അല്ലെങ്കിൽ താഴോട്ട് പോകുന്ന ഉയർച്ചയിലേക്ക് പോകുന്നവരെക്കുറിച്ചല്ല കർത്താവ് ഇവിടെ പറയുന്നത്. താഴ്മയുടെ അനുഭവത്തിലേക്ക് എങ്ങനെ പോകാം, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലുള്ളവരാണ് ഉയർത്തപ്പെടേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ ശിഷ്യന്മാർ ഉദ്ദേശിച്ചത് അല്ലെ ആഗ്രഹിച്ചത് സ്വർഗരാജ്യത്തിൽ വലിയവനാകാൻ ഏതൊക്കെ ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ ഏതെല്ലാം മഹത്തായ കാര്യങ്ങൾ ചെയ്താൽ വലിയവനാകും എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആയിരിക്കാം ഒരു പക്ഷേ ശിഷ്യന്മാർ ചോദിച്ചത്. എന്നാൽ കർത്താവ് അതിന് നൽകിയിരിക്കുന്ന മറുപടി കേൾക്കുമ്പോൾ ശിഷ്യന്മാർക്ക് അല്ലെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഉയർച്ചയിൽ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ഉന്നതമായ കഴിവുകളും മിടുക്കുകളും ഉള്ളവരെക്കുറിച്ചല്ല കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യേശു പറഞ്ഞു കൊടുക്കുന്നത് അതായത് ചെറിയവരായ ആളുകൾക്ക് ആ രീതിയിൽ താഴ്ത്തപ്പെട്ടു പോകുന്ന ആളുകളെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഓരോ ഭാഗത്തും വലിയവനാകാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വലിയവരാകണം എന്നാഗ്രഹിക്കുന്നവരെല്ലാം ആദ്യം എവിടേക്ക് പോകണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ആദ്യം തന്നെ അവരോട് പറഞ്ഞു, തിരിഞ്ഞ് നിങ്ങൾ ശിശുക്കളെ പോലെ ആയിത്തീരണം എന്ന്. ശിശുക്കളായിരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും സ്വന്തമായ കഴിവുകളോടുകൂടിയോ അല്ലെങ്കിൽ മിടുക്കുകളോ കാണിക്കാൻ സാധിക്കില്ല. കാരണം മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി ആയിരിക്കും തീർച്ചയായിട്ടും അവരുയർന്നുയർന്ന് അല്ലെങ്കിൽ വളർന്നു വരുന്നത്, നടക്കാൻ പഠിക്കുന്നത്, ശീലങ്ങൾ പഠിക്കുന്നത് ഒക്കെ. എന്നാൽ താഴെ നിന്ന് മുകളിലേക്ക് വരുന്നത് എങ്ങനെയാണ് എന്നാണ് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യം നമ്മുടെ കുറവുകളെ കാണുക, കുറവുള്ളവരെ കാണുക, വീഴ്ചകൾ കണ്ടെത്തുക, വീഴ്ചയുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക, അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. നമുക്ക് ഓരോ രീതിയിലും നമുക്കിടർച്ച എവിടെയാണ് വരുന്നത്, താഴ്ച എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ കുറവുകൾ എവിടെയാണ് എന്ന് ഓരോ അവയവങ്ങൾ വഴി വരെ കർത്താവ് പഠിപ്പിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ ഒരു രീതിയിലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് സാമ്പത്തികവും കഴിവും മിടുക്കും സാമർഥ്യവും ഉള്ളവർക്ക് മാത്രം ഉയർച്ചയിലേക്ക് പോകുവാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം പോകുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആളുകളെ നാം കാണുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ നോമ്പിൽ നാം ചെയ്യേണ്ടത് മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുറവുകളെ കണ്ട് തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള കുറവുകളുണ്ട് എന്ന് ചിന്തിക്കുക. നാം ചിന്തിക്കും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്,
മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ കുറവുകൾ എവിടെയൊക്കെയാണ് എന്ന് സ്വയം നമ്മൾ ഒരു ആത്മപരിശോധന നടത്തേണ്ടിയ ദിവസങ്ങളാണ് ഈ നോമ്പിൻ്റെ ദിവസങ്ങളെങ്കിലും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരു പക്ഷേ നാം ഞായറാഴ്ചകളിലും ഒക്കെ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരാധനാലയങ്ങൾ വരുന്ന ദിവസങ്ങൾ മാത്രമായിരിക്കും ഒരു പക്ഷേ കൂടുതൽ നാം വചനത്തിൽ ചിന്തിക്കുക. എന്നാൽ ഈ ദിവസങ്ങളിലെങ്കിലും നാം കുറവുകളെക്കുറിച്ചും കുറവുള്ളവരെക്കുറിച്ചും ചിന്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. നിന്റെ കയ്യോ കാലോ നിനക്കിടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. 2 കൈയും കാലുമുള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. കാലുകൊണ്ടും കൈകൊണ്ടും നിനക്കിടർച്ചയുണ്ടായാൽ അതിനെ വെട്ടിക്കളക എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ഏതെല്ലാം രീതിയിൽ ഇടർച്ച സംഭവിക്കുന്നു എന്ന് നാം ചിന്തിക്കുക. എവിടെയാണ് നമുക്ക് ഇടർച്ച സംഭവിക്കുന്നത് തിരിച്ചറിഞ്ഞാൽ അത് തിരുത്താൻ നാം തയ്യാറാകണം. ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ നമ്മുടെ ഏത് വിഭാഗത്തിലാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്? കുറവുകളെക്കുറിച്ചായിരിക്കണം കൂടുതലും ചിന്തിക്കുന്നത്. ഇന്ന് നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാനാണ് ഇന്ന് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അത് നിന്റെ കണ്ണ് നിനക്കിടർച്ചയായാൽ അതിനെ ചൂടിനെടുത്ത് എറിഞ്ഞു കളക. 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. നമ്മുടെ കൈകൊണ്ടും കാലുകൊണ്ടും കണ്ണുകൊണ്ടും ചിന്ത കൊണ്ടും നടത്തുന്ന എല്ലാ കുറവുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ തിരുത്താൻ നമുക്ക് തയ്യാറാകണം. നാം മനസ്സിലാക്കിയാൽ പോലും തിരുത്താതെ പോകുന്ന ഒരു ജീവിതമാണ് ഇന്ന് പലപ്പോഴും ഉള്ളത്. നമുക്കറിയാം നാം ഏതൊക്കെ ഭാഗത്ത് കുറവുകളുള്ളവരാണ്, എവിടെയൊക്കെ നാം തെറ്റിപ്പോയിട്ടുണ്ട് എന്നറിയാമെങ്കിൽ പോലും തിരുത്താൻ തയ്യാറാകാത്ത ഒരു ജനതയാണ് ഇന്നുള്ളത്. എത്ര ആത്മീയതയോടെ കടന്നു പോയാലും തിരുത്താൻ കഴിയുന്നില്ല എങ്കിൽ കർത്താവിനത് നമ്മുടെ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ഒന്നും ദൈവസന്നിധിയിൽ എത്തുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ നാം തിരിച്ചറിഞ്ഞാലും നമ്മുടെ വാശിയുടെയും അല്ലെങ്കിൽ താഴാനുള്ള മനസ്സില്ലാത്തതിൻ്റെയും പേരിൽ നാം ആ രീതിയിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതുപോലെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചിന്തിക്കാത്ത രീതിയിലേക്ക് ഒരാൾ എന്നോടൊരു മാപ്പ് പറഞ്ഞത് എൻ്റെ മനസ്സിൽ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. മരണക്കിടക്കയിൽ ഒരാൾ മാപ്പ് പറയുകയാണ്. കാരണം അദ്ദേഹവും ഞാനുമായി ആ ആളും ഞാനുമായി കുറേ വർഷങ്ങളായി കേസും വഴക്കും വഴക്കായിട്ടില്ല, കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ്. അവർ വിശ്വസിക്കുന്ന സഭയുടെ മേലധ്യക്ഷന്മാർ പലരും അവരോട് പോയി സംസാരിച്ചു, നിങ്ങൾ തിരുത്തപ്പെടണം. സമൂഹത്തിലെ ഉയർന്ന പദവിയിലുള്ളവർ അവരോട് പോയി സംസാരിച്ചു, നിങ്ങൾ തിരുത്തപ്പെടണം, നിങ്ങളുടെ ചിന്താഗതി തെറ്റാണ്, അവർക്കെതിരെ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല, അവരുടെ ഭാഗത്തൊരു തെറ്റുമില്ല, നിങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞിട്ടും ഔദ്യോഗിക തലത്തിൽ ഉയർന്ന സ്ഥാനത്തു നിന്നൊക്കെ വിരമിച്ച ആളാണ്. ഒരുപക്ഷെ അവരുടെ ഔദ്യോഗിക ചിന്ത കൊണ്ടാണോ അല്ലെങ്കിൽ പ്രായത്തിൽ ഞാൻ ഒരുപാട് താഴെയാണ്, അതൊക്കെ ശരിയാണെങ്കിൽ പോലും പലപ്പോഴും ഞാനും പോയി സംസാരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും തിരുത്താൻ തയ്യാറായില്ല. എങ്കിലും ഞാനതൊന്നും വ്യക്തിപരമായി കാണാതെ അതൊക്കെ നിയമപരമായി തന്നെ വിട്ടിരുന്നു. പിന്നെ രോഗാവസ്ഥയിലൊക്കെ ആയപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം മറന്ന് ഞാൻ അവിടെ പോവുകയും പലപ്പോഴും രോഗാവസ്ഥയുടെ മൂർധന്യ അവസ്ഥയിലൊക്കെ അവിടെ പോയി കാണുകയും മനസ്സോർന്ന് സംസാരിക്കുകയും ആശ്വാസം പറയുകയും അവരുടെ വിഷമങ്ങളൊക്കെ മണിക്കൂറുകളോടെ എന്നോട് സംസാരിക്കുകയും ഒക്കെ പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒരിക്കലെങ്കിലും തിരുത്താൻ തയ്യാറാകും എന്നൊരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും ഞാനതൊക്കെ വിട്ടു. പക്ഷേ മരണക്കിടക്കയിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു. രോഗമൂർധന്യ അവസ്ഥയിലാണെന്ന് അറിഞ്ഞ് ഞാൻ കാണാൻ പോയതാണ്. അപ്പോൾ പകുതി ഓർമ്മയുണ്ട്, ചിലപ്പോഴൊക്കെ ബോധം മറയുന്ന അവസ്ഥയിൽ എന്നോട് അവിടെ വെച്ച് ഇത്രയും പ്രായം 76 വയസ്സായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ പ്രായത്തിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തി ആ ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് പറയുകയാണ്, ആശ എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം, എൻ്റെ അന്നത്തെ എൻ്റെ ചിന്തകളിൽ, എൻ്റെ തോന്നലുകളിൽ അല്ലെങ്കിൽ എൻ്റെ തെറ്റായ ധാരണകളിൽ ഞാൻ ചെയ്തു പോയതാണ്, ആശ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയും 2-3 തവണ അത് പറഞ്ഞു. അവരുടെ മക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അന്ത്യത്തോടടുത്തപ്പോഴെങ്കിലും ആ ഒരു തിരുത്താനുള്ള ഒരു ചിന്ത ആ മനസ്സിൽ തോന്നിയത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ദൈവിക ചിന്ത ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം എന്ന് ആ സമയം ഞാൻ ചിന്തിക്കുകയുണ്ടായി. കാരണം എത്രത്തോളം ആരൊക്കെ സമീപിച്ചിട്ടും തിരുത്താൻ തയ്യാറാകാതെ ആ നിമിഷം അവസാന സമയമായി എന്ന ബോധത്തിൽ തിരുത്താൻ തയ്യാറായി. തീർച്ചയായിട്ടും നമുക്കൊരാളോട് ക്ഷമിക്കാനും അവരോട് ഏറ്റുപറയാനും ചെയ്യുന്നത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തിരുത്താൻ നാം തയ്യാറാകണം. നാം ദൈവികമായി ചിന്തിക്കുന്നവരാണെങ്കിൽ, ദിവസവും നാം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദൈവത്തോട് അടുത്ത് ജീവിക്കാൻ നാം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം നാം തിരുത്തേണ്ടത് തിരുത്തുക, നാം മാറ്റേണ്ട ചിന്തകളെ മാറ്റുക, ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുക.
നമ്മൾ എത്ര വലിയ ആത്മീയതയുണ്ടെന്ന് പറഞ്ഞാലും ഒരു ചെറിയ ചിന്ത കൊണ്ട് മാറ്റാനും തിരുത്തപ്പെടാനും പറ്റുന്ന കാര്യങ്ങൾ മാറ്റാൻ നാം മനഃപൂർവ്വം തയ്യാറാകുന്നില്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ എത്ര പ്രാർത്ഥന കഴിച്ചാലും എത്ര നോമ്പ് ഉപവാസവും നടത്തിയാലും അതിൽ നിന്ന് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതിൽ യാതൊരു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കുറവുകളും പൊറുക്കുവാൻ മതിയായ ഒരു കർത്താവിനെയാണ് നാം വിളിക്കുന്നത്. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ ഒരു ഏറ്റുപറച്ചിൽ നാം കാണുന്നുണ്ട്. നാഥാൻ പ്രവാചകന്റെ മുമ്പിൽ ഏറ്റുപറയുന്ന ഒരു ഏറ്റുപറച്ചിൽ നാം കാണുന്നുണ്ട്. 51-ാം സങ്കീർത്തനത്തിൽ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ നേരെ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നുവെന്ന് ഏറ്റുപറയുവാൻ, പാപം ചെയ്തിരുന്ന അവസ്ഥയിൽ ആ രീതിയിൽ തന്നെ പോയെങ്കിലും ദാവീദ് അത് ഏറ്റുപറയുവാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇതുപോലെ നമുക്ക് ഏറ്റുപറയുവാൻ ധാരാളം പാപങ്ങളും കുറവുകളും നമ്മുടെ മുമ്പിലുണ്ട്. എങ്കിലും ഏറ്റുപറയുവാൻ നാം തയ്യാറാകുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുക. നമുക്ക് ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുവാനുള്ള അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കുവാനുള്ള ദിവസങ്ങളാണ് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് എത്രമാത്രം ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ മനസ്സമാധാനത്തോടു കൂടി അല്ലെങ്കിൽ സത്യസന്ധമായി യഥാർത്ഥമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാം ഏറ്റുപറയുന്നത് നമുക്ക് തോന്നും നമ്മളോടൊരാൾ അങ്ങനെ ചെയ്തല്ലോ, നമുക്ക് തിരുത്താൻ സാധിക്കുന്നില്ലല്ലോ തോന്നും. തിരിച്ച് നാം എങ്ങനെയാണ് എന്നുകൂടി ചിന്തിക്കുക. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ആദ്യം കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിച്ചത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്നുള്ളതാണ്. അല്ലാതെ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ളതല്ല. ആദ്യം ഞാൻ എൻ്റെ കടക്കാരോട് ക്ഷമിച്ചു, എന്നോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിച്ചു, എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിച്ചു, അതിനുശേഷം എന്നോടും ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ നടത്തേണ്ടത്. തീർച്ചയായിട്ടും അതിന് മറുപടി ലഭിക്കും. അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നാം ശരിയായിട്ട് മറ്റുള്ളവരെ ശരിയാക്കാൻ പോയാൽ തീർച്ചയായിട്ടും അവിടെയാണ് പ്രാർത്ഥനയുടെ ഫലം ഉണ്ടാകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നാം എന്താകണം അല്ലെങ്കിൽ നാം എങ്ങനെയായി തീരണം എന്നുള്ളത് ഈ വചനങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കുന്നുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ 12:13 പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. നമുക്ക് വേണ്ടത് എന്താകുന്നു എന്ന് വചനത്തിലൂടെ നമുക്ക് ഓരോ മനുഷ്യനും എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് ചിന്തിക്കണം, ഓരോ സമയത്തും എങ്ങനെ ആയിരിക്കണം എന്ന് വചനത്തിലൂടെ നമുക്ക് പറയുന്നു. നാം സകല മനുഷ്യർക്കും വേണ്ടത് ഈ വചനത്തിലുണ്ട്. പക്ഷേ അതിൽ നിന്ന് എത്രമാത്രം നാം എടുക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് എത്രമാത്രം വചനങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അതനുസരിച്ച് നാം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളെ കേട്ടാൽ മറുപടി തരുവാനും ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിലൂടെ നമുക്ക് ജീവിക്കുവാനും സാധിക്കും. 23-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചപ്പോൾ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുവാൻ മതിയായവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമുക്ക് സ്വസ്ഥമായൊരു ജീവിതമാണ് വേണ്ടത്. അത് ദൈവികമായ ആത്മീയമായ പാതയിലൂടെ നമുക്ക് നേടുവാൻ സാധിക്കണം. അതിന് എന്തെല്ലാം വഴികളിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത്? നമ്മുടെ കർത്താവിനോട് ഏറ്റുപറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുമെന്നുള്ളതാണ്. ഇന്നൊക്കെ നമ്മൾ ഏറ്റവും വലിയ സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളിലൂടെ ജീവിക്കുമ്പോൾ കഷ്ടതയുടെയോ കണ്ണുനീരിൻ്റെയോ പട്ടിണിയുടെയോ ദാരിദ്ര്യത്തിൻ്റെയോ അവസ്ഥകളൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. നാം ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പ്രതികൂലങ്ങൾ വരുമ്പോൾ മാത്രമാണ് നാം കണ്ണുനീരോടുകൂടി എപ്പോഴും എന്നല്ല എല്ലാവരും എന്നില്ല, ഒരു പക്ഷേ ചില സാഹചര്യങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ മാത്രമാണ് നാം ദൈവസന്നിധിയിലേക്ക് മുട്ടുമടക്കി കണ്ണുനീരോട് കൂടുതൽ ദൈവത്തോട് അടുക്കുന്നത്. എന്നാൽ സന്തോഷത്തിൻ്റെയും സുഖലോലുപതയുടെയും നടുവിൽ നിൽക്കുമ്പോഴും ദൈവത്തെ വിളിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും, കർത്താവെ ഞാൻ ഒരുപാട് കഷ്ടതയിൽ, രോഗത്തിൽ, വേദനയിൽ, നിരാശയിൽ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോയപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി കണ്ണുനീരോടെ നിന്നപ്പോൾ തമ്പുരാൻ എന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച ദൈവമാണ്. ആരെയെങ്കിലും ഈ ദേവാലയത്തിലിരിക്കുന്ന ഒരാളെ പോലും കണ്ണുനീരിൻ്റെ നടുവിൽ, വേദനയുടെ നടുവിൽ ദൈവം തള്ളിക്കളഞ്ഞിട്ട് പോയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും പ്രതിസന്ധികളുടെ നടുവിൽ നാം വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ എവിടെയെങ്കിലും ദൈവം തമ്പുരാൻ നമുക്ക് മറുപടി തരാതെ ഇരുന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മളിപ്പോഴൊക്കെ ഇത്രയും സൗകര്യങ്ങളോട് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രായം ചെന്ന മാതാപിതാക്കളുടെ ജീവിതത്തിലൂടെ കടന്നു പോകണം. അവരൊക്കെ എത്രമാത്രം നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കൾ കണ്ണുനീരോടുകൂടെയും പ്രാർത്ഥിച്ച്
അതുപോലെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരഞ്ഞതിൻ്റെ അനുഭവത്തിലാണ് ഇന്ന് നാം എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ പട്ടിണി കിടക്കുന്ന കുടുംബങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ നാം അറിയപ്പെടാതെ പോകുന്ന കുടുംബങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ നാം ലോകത്തിലേക്കൊന്ന് നോക്കുമ്പോൾ ആ ഗാസയിലേക്ക് അവസ്ഥ നോക്കുക. കുഞ്ഞുങ്ങൾ കണ്ണുനീരോടുകൂടി ഒരു നേരത്തെ ആഹാരം, ഒരു നേരം വിശപ്പടക്കാനുള്ള ആഹാരവുമായി പാത്രവുമായി മണിക്കൂറുകളോളം കൈനീട്ടി നിൽക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ ഇന്നത്തെ തലമുറയെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, ഈ ചിത്രങ്ങൾ ഈ വാർത്തയിലൂടെയൊക്കെ കാണുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തി കാണിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നവർക്ക് ഒരു നേരം അവർ ആഗ്രഹിക്കുന്ന ഭക്ഷണം കൊടുത്തില്ല എങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങൾ, അവരാഗ്രഹിക്കുന്ന സൗകര്യങ്ങൾ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും പിണങ്ങിയിറങ്ങിപ്പോകുന്ന, ഇന്ന് ആത്മഹത്യ വരെ എത്തുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മുടെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് നിരാശയെന്നൊന്നില്ല, പ്രതിസന്ധി എന്നൊന്നില്ല, ബുദ്ധിമുട്ടെന്നൊന്നുമില്ല. കാരണം നമ്മുടെ ഇന്നത്തെ തലമുറ മാതാപിതാക്കൾ എത്രമാത്രം അധ്വാനിച്ചാലും അവർക്ക് വേണ്ടി ആവശ്യമുള്ളതെല്ലാം സ്വന്തം ആരോഗ്യം പോലും വകവയ്ക്കാതെ അധ്വാനിച്ച് തൻ്റെ മക്കളെ പുലർത്തുമ്പോൾ നിരാശയും വിഷമങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒന്നും അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയൊക്കെ ജീവിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വിഷമം വരുമ്പോൾ ഇന്ന് നമ്മുടെ തലമുറയിൽ നമ്മൾ കാണുന്നത് ധാരാളം ചെറുപ്പക്കാരാണ് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോകുന്നത്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിരാശ അല്ലെങ്കിൽ പ്രതിസന്ധി എന്നൊരൊറ്റ കാരണം മുന്നിൽ വരുമ്പോൾ അവർക്ക് ദൈവം അവിടെ മറുപടി നൽകും എന്നുള്ളൊരു ചിന്ത അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുമ്പോൾ നാം ചിന്തിക്കുന്നു, ഇന്ന് നമ്മൾ ഏതെല്ലാം നീറുന്ന വിഷയങ്ങളുമായി ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് തമ്പുരാൻ മറുപടി നൽകിയിരിക്കും. എത്ര നിരാശപ്പെട്ട് ഇവിടെ വന്നിരുന്നാലും സമാധാനത്തോടെ അയക്കുന്ന ഒരു തമ്പുരാൻ്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നതെന്ന്. ആ സന്നിധിയിൽ നിന്നും, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മറുപടി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് നാം അറിയുന്നില്ല. എങ്കിലും ദൈവത്തോട് നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, വിശ്വാസത്തോടുകൂടി നാം ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ട്. കർത്താവെ, ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ, ദൈവഹിതത്തിന് എതിരായി ഒന്നും ആയിത്തീരാതിരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കാൻ എന്നെ പ്രാപ്തയാക്കണമേ എന്നുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ വെക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ മക്കളുടെ മനസ്സിലൊന്നും നമ്മളുടെ കണ്ണുനീരോ നമ്മുടെ പ്രാർത്ഥനയൊന്നും അത്രത്തോളമൊന്നും ഇന്നത്തെ തലമുറയിൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ന് നിരാശയിലൂടെ കടന്നു പോയാൽ മാതാവിനെക്കുറിച്ചോ പിതാവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത്രത്തോളം വളർത്തി വലുതാക്കിയവരെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ അടുത്ത നിമിഷം ജീവിതത്തിൽ വേണ്ട എന്ന് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. തമ്പുരാൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുവാനും പ്രാർത്ഥിക്കുവാനും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മൾ ഇറക്കി വയ്ക്കുമ്പോഴും നമ്മുടെ മക്കളും ഇന്നത്തെ തലമുറയെ അത് നന്നായി അറിഞ്ഞു മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ നാം കൊടുക്കേണ്ടിയിരിക്കുന്നു. ഞാനും നിങ്ങളും ഇത്രത്തോളം അധ്വാനിക്കുമ്പോൾ നമ്മുടെ തലമുറ അതിലേക്കൊന്നും എത്തുന്നില്ല എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനും പ്രാർത്ഥിക്കുവാനും കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിൽപ്പാനും നമ്മുടെ മക്കളെ പഠിപ്പിച്ചേ മതിയാവുള്ളൂ. സമ്പത്ത് ധാരാളം ഇന്ന് നമ്മുടെ മക്കൾക്ക് ഒരുക്കി കൊടുക്കുവാൻ, അല്ലെങ്കിൽ ധാരാളം സമ്പാദിക്കുവാൻ ഇന്ന് ഇഷ്ടം പോലെ മേഖലകളുണ്ട്, മാർഗങ്ങളുണ്ട്. ഇന്ന് ഇന്ത്യയിൽ നിൽക്കുവാൻ, കേരളത്തിൽ നിൽക്കുവാൻ, ഇന്ത്യയിൽ നിൽക്കുവാൻ താല്പര്യമില്ലാത്ത ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. അതിന് പല സാഹചര്യങ്ങളുണ്ടായിരിക്കാം. അതിനിപ്പോൾ ഒരു ഭാഗത്ത് നമ്മളവരെ കുറ്റം പറയുന്നില്ല, എന്നാൽ മറുഭാഗത്ത് അവർ ഉപജീവന മാർഗമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുമൊക്കെ പല മേഖലകളിലേക്കും പോകുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വളർത്തിയ മാതാപിതാക്കളെ മറന്നു പോകരുത് എന്നുള്ളതാണ്. ഇന്ന് അനാഥാലയങ്ങളിലും അതുപോലെയുള്ള ആളുകളെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളിലും പോയി ക്യൂ നിൽക്കുകയാണ് ഒരാളെ അവിടെ എത്തിക്കാൻ. ഇപ്പോൾ ഗാന്ധി ഭവനിൽ 2 പേരെ ചേർക്കാനുള്ള അപേക്ഷയും കൊടുത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഓരോ ദിവസവും മെസ്സേജ് നോക്കുകയാണ് അവർ വിളിക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഇപ്പം നമ്മൾ റോഡരികിൽ നിന്ന് കൊണ്ടു ചെന്നാൽ ധാരാളം പേരെ അവരെടുത്തിട്ടുണ്ട്. ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ നമ്മൾ കൊണ്ടു ചേർന്നപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് വീടുകളിൽ സംരക്ഷിക്കാൻ ആളില്ലാതെ അവരെ അവിടെ എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ്. ഇന്ന് സമൂഹത്തിലേക്ക് നാം ഒന്ന് ഇറങ്ങിച്ചെല്ലുക. എത്രത്തോളം വേദനിക്കുന്നവർ, എത്രത്തോളം നിരാശപ്പെടുന്നവർ, ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ സംരക്ഷിക്കാൻ ആളില്ലാതെ ഭാരപ്പെടുന്ന ധാരാളം ആളുകളുള്ളൊരു സമൂഹത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഇന്ന് സമ്പത്ത് കൊണ്ടൊന്നും നേടാൻ സാധിക്കുന്നില്ല, പണം കൊണ്ട് നേടാൻ സാധിക്കുന്നില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെല്ലാം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അതിൻ്റെ എല്ലാം കാരണം ഉള്ളിൽ ദൈവമില്ല എന്നുള്ളതാണ്.
സ്വന്തം ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങി പോകുന്ന വനിതകളുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ധാരാളം അനുഭവങ്ങൾ, ധാരാളം ജീവിതങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരെ തിരിച്ചും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവിക ചിന്ത എവിടെയാണ് കാണുന്നത്? എവിടെയാണ് അവരുടെയൊക്കെ ഉള്ളിൽ ദൈവമുള്ളത്? ഈ നോമ്പാചരണത്തിലൂടെയൊക്കെ നാം ചിന്തിക്കും മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവരായിരിക്കും പോകുന്നത്, അവർക്ക് വചനമൊന്നും പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ വചന ശുശ്രൂഷ അവരുടെ ഉള്ളിലെത്തുന്നില്ല, ദൈവിക ചിന്തകൾ അവരുടെ ഉള്ളിൽ എത്തുന്നില്ലാത്തതുകൊണ്ടായിരിക്കാം. ഒന്നുമല്ല, ക്രിസ്തീയ വിശ്വാസികളായ ധാരാളം മക്കൾ, ധാരാളം പേര് ഈ രീതിയിലേക്ക് പോകുന്നു. ഈ വചനം അവർക്ക് വായിക്കാൻ അവസരം കിട്ടാഞ്ഞിട്ടാണോ? ഒരു പക്ഷേ അവരുടെ ജീവിത സൗകര്യങ്ങളുടെ നടുവിൽ ഈ പുസ്തകം അവരുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുവാൻ, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുവാൻ, ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ, കർത്താവിനെ അവരുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സങ്കടങ്ങളെ പകരുവാൻ ആ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ പോകുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വല്ലാത്തൊരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദൈവവചനത്തിലൂടെ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. യഹോവേ, എൻ്റെ പ്രാർത്ഥനകൾ കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ. നിൻ്റെ വിശ്വസ്തയാലും നീതിയാലും എനിക്ക് ഉത്തരമല്ലണമേ. അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ. ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ. 143 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ പറയുന്നുണ്ട്. നീതിമാൻ ആരുമില്ല, തെറ്റ് ചെയ്യാത്തവൻ ആരുമില്ല. എല്ലാവരും തെറ്റി പോകുന്നവരാണ് എന്ന് നമുക്കറിയാം. എങ്കിലും ആ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ്, ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എനിക്ക് പാപമോചനം തരണമേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ, ഇനി വിശ്വസ്തയോടുകൂടി നീതിയോടുകൂടി ദൈവസന്നിധിയിൽ ജീവിപ്പാൻ എന്നെ പ്രാപ്തയാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാൻ ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ നമുക്ക് കഴിയണം. കാരണം ഈ നോമ്പാചരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വചന ശുശ്രൂഷയിലൂടെ ഏതെങ്കിലും വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് മുഖാന്തരമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വചനങ്ങളും നമുക്ക് ലഭിച്ച കേൾവികളും അല്ലെങ്കിൽ രൂപാന്തരങ്ങളും ഒക്കെ അവസാനിച്ച് നാം ലോകത്തിലെ ലൗകികമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് അവസാനിക്കുന്നതിനായിട്ടല്ല, നമ്മുടെ ജീവിതത്തിൽ എന്നേക്കുമായി അത് ഉപകാരപ്പെടുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അത് പര്യാപ്തമാകുവാൻ, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളിലും ചിന്തകളിലും രൂപാന്തരം സംഭവിക്കുവാൻ. അതുകൊണ്ടാണ് നമ്മുടെ കൈ നമുക്ക് ഇടർച്ച വരുത്തിയാൽ അതില്ലാതെ പോകട്ടെ, കാലിടർച്ച വരുത്തുന്നുവെങ്കിൽ അതില്ലാതെ പോകട്ടെ, അഥവാ കണ്ണാണ് നമുക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതും ഇല്ലാതെ പോകട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അങ്ങനെ താഴേക്ക് വന്നാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനാകാൻ സാധിക്കൂ. അങ്ങനെ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ, കർത്താവിൻ്റെ വിശ്വസ്തരായി തീരുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, അതിലൂടെ കർത്താവിൻ്റെ കുരിശുമരണത്തിലൂടെ കർത്താവ് എന്താണോ ആഗ്രഹിച്ചത് ആ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് ഈ ലോകത്തിന് സമാധാനവും ആശ്വാസവും പാപമോചനവും വരുത്തുവാൻ കർത്താവ് ആഗ്രഹിച്ചുവെങ്കിൽ ആ രീതിയിലേക്ക് നാം എത്തിപ്പെടണമെങ്കിൽ ഈ ദിവസങ്ങളിലെ നോമ്പിൻ്റെ പ്രാർത്ഥനകളും വചന ശുശ്രൂഷകളും ഈ നോമ്പ് ആചരണങ്ങളുമൊക്കെ ഈ ക്രൂശ് മരണവും നാം ആഘോഷിക്കുന്ന വേളയിൽ പുനരുത്ഥാനത്തിൽ നാം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിയുമ്പോൾ ഈ നമുക്ക് ലഭിച്ച ഈ വചന ശുശ്രൂഷയിലൂടെ, വചന കേൾവിയിലൂടെ നമുക്കതിന് മുഖാന്തരമായി തീരാൻ സാധിക്കണം. വചനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു വാക്കെങ്കിലും നമ്മുടെ ഉള്ളിൽ തട്ടിയാൽ അതാണ് ഈ നോമ്പിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത്. തമ്പുരാൻ ആഗ്രഹിക്കുന്നതും അതേ ഉള്ളൂ. നിങ്ങളെല്ലാ ദിവസവും നോമ്പിന് വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോവുക എന്നുള്ളതല്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലാ ദിവസവും ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും വചന കേൾവിയിലും അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിലും ഈ ആരാധന ശുശ്രൂഷയിലും പങ്കെടുത്തുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു നിമിഷം നമുക്ക് സ്വന്തമായി സ്വയം നമ്മളെ ആത്മപരിശോധന നടത്തുവാൻ ഉള്ള ഒരു മുഖാന്തരമായി ഈ ദിവസങ്ങൾ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ നമുക്ക് ഒരുപോലെ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയ്ക്കായി അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, സ്വർഗീയപിതാവേ, ഈ വിശുദ്ധാലയത്തിലായിരിക്കാൻ തക്കോണം, ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കാൻ തക്കോണം തമ്പുരാൻ ഒരുക്കിയ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾക്കൊരു ആത്മപരിശോധനയുടെ ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറുവാൻ തക്കോണം ഇടയാക്കണമേ കർത്താവേ. ഞങ്ങളുടെ കണ്ണുകളും കാലുകളും കൈകളും ചിന്തകളും പ്രവൃത്തികളും കർത്താവേ
അവിടുത്തേക്ക് ഹിതമല്ല എങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തുവാൻ തമ്പുരാനെ അവിടെ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ വാക്കുകളിലെ ചിന്തകളിലെ പ്രവൃത്തികളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് കർത്താവേ. ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവെ ഞങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, ഒരു ആത്മപരിശോധന നടത്തുവാൻ കർത്താവെ, ഞങ്ങളുടെ വാക്കുകളോ ചിന്തകളോ പ്രവൃത്തികളോ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുറവുകളോ കർത്താവെ ദൈവത്തിന് ഹിതമല്ലാത്തതായി തീർന്നിട്ടുണ്ടെങ്കിൽ, മനുഷ്യർക്ക് വേദനിക്കുന്നതായി തീർന്നിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേദന ഉളവാക്കുന്നതായി തീർന്നിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ജീവിതത്തിന് ദോഷം ചെയ്യുന്നതായിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന കർത്താവെ, ഞങ്ങൾക്കൊരു ആത്മപരിശോധനയ്ക്കുള്ള ദിവസങ്ങളാക്കി മാറ്റണമേ കർത്താവെ. ഇന്ന് ലോകത്തിലേക്കൊന്ന് നോക്കിയാൽ കർത്താവെ, എല്ലാ സുഖസൗകര്യങ്ങളോടും ജീവിക്കുമ്പോൾ കർത്താവെ, സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെയാണ് അപ്പാ ഇന്നത്തെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കർത്താവെ. അപ്പാ ഇന്ന് ലോകത്തിലേക്കൊന്ന് നോക്കിയാൽ മാറാ രോഗങ്ങളാൽ വേദനിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവെ. ഞങ്ങൾ ഇത്രത്തോളം സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടും കൂടി ഈ ആരാധനാലയത്തിലായിരിക്കുമ്പോൾ കർത്താവെ, വേദനയിൽ കിടന്ന് നിലവിളിക്കുന്ന അനേകം മക്കളുണ്ടെന്ന് ചിന്തിപ്പാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ കർത്താവെ. ഞങ്ങൾ ആരോഗ്യത്തോടുകൂടി നടക്കുമ്പോൾ കർത്താവെ, ആരോഗ്യത്തോടുകൂടി ജീവിക്കുമ്പോൾ കർത്താവെ, എല്ലാവിധ ഭക്ഷണങ്ങളും ആഹാരവും ഞങ്ങൾ ഭക്ഷിക്കുമ്പോൾ കർത്താവെ, ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ സാധിക്കാതെ ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നവരെ കുറിച്ച് ചിന്തിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം കർത്താവെ. അപ്പോൾ നിന്റെ മക്കളോട് അവിടെ ഇടപെടമേ, രോഗക്കിടക്കളോടെ മാറ്റി വരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ആരാധനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ ദിവസങ്ങൾ കർത്താവെ, ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ മക്കളിൽ ഓരോരുത്തരും എതിർമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പോൾ ഈ ദിവസങ്ങൾ കർത്താവെ, ഞങ്ങൾ ദൈവികമായ ചിന്തകളിലൂടെ സമൂഹത്തിൽ വിഷമിക്കുന്നവരെയും താഴ്ത്തപ്പെടുന്നവരെയും ഉപേക്ഷിക്കപ്പെടുന്നവരെയും അശരണരെയും ഒക്കെ സഹായിക്കുവാനും അവരുടെ ജീവിതത്തിൽ വെളിച്ചമാകുവാനും കർത്താവെ, ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പോൾ അവരുടെ ചിന്തകളും പ്രവൃത്തികളും അവരുടെ പോക്കുകളും ഒന്നും അടിയങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല കർത്താവെ. യൗവനത്തിൽ നിന്ന് സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന തിരുവചനം ഉണ്ടല്ലോ കർത്താവെ. ആ വചനം നിന്റെ മക്കളുടെ ഉള്ളിലേക്ക് അവിടുന്ന് അയക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവിക ചിന്ത കൊണ്ട് അവരെ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മറ്റുള്ളവരെ ദൈവികമായി കാണുവാനും മാതാപിതാക്കളെയും മറ്റ് സ്നേഹിക്കുവാനും അനുസരിക്കുവാനും സംരക്ഷിക്കാനും നിന്റെ മക്കളിലേക്ക് കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മക്കൾക്ക് ബുദ്ധി അറിവും ജ്ഞാനവും കൊടുത്ത് കർത്താവെ, നിന്റെ മക്കൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവെ അവർക്ക് പരീക്ഷയിൽ വിജയമായി തീരുവാൻ തക്കണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് ഇടവകയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇതിൻ്റെ മകൻ കർത്താവെ, ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്രമീകരിക്കാനുള്ള ആയുസ്വാരവും ശക്തിയും ബലവും കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ദേവാലയത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. പലരും നീർന്ന വേദനകളുമായി വന്നിട്ടുണ്ട് കർത്താവെ. പലരും രോഗാവസ്ഥകൾ വന്നിട്ടുണ്ട് കർത്താവെ. പലരും കുടുംബത്തിലെ പ്രശ്നങ്ങളാൽ വന്നിരിപ്പുണ്ട് കർത്താവെ. അവരുടെ നീർന്ന അവസ്ഥകളെ അവിടുന്ന് അറിയുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ വേദനകളെ അവിടുന്ന് അറിയുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സകലത്തിനും മതിയായവനായ തമ്പുരാന്റെ സന്നിധിയിൽ വേദനകളും നിരാശകളും പ്രശ്നങ്ങളും ഇറക്കി വെച്ചാൽ ദൈവം വലിയവനായി ദൈവം ആശ്വാസം പകരുന്ന വിശ്വാസത്തോടുകൂടി ദേവാലയത്തിൽ കണ്ണുനീരോട് തമ്പുരാന്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് ആശ്വാസം പ്രാപിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ തക്കൊണ്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ വചനം പറവാൻ തക്കവണ്ണം അടിയനെ ഒരിക്കൽ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. അപ്പം 7 വാക്ക് പറയുവാനുള്ള പ്രാഗൽഭ്യമൊന്നും ഇല്ലായിരുന്നപ്പാ. ഇത്രത്തോളം പറയുവാനുള്ള കൃപ തന്നതിനായി സ്തുതിക്കുന്ന കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വേദനകളിലും നിരാശയിലും വിഷമത്തിലൊക്കെ ആയിരുന്നപ്പോഴും തമ്പുരാനോട് എഴുന്നേറ്റ് നടത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. ബലം തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. അപ്പോൾ ആ ദൈവവചനം ഘോഷിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ തമ്പുരാന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് പറയുവാൻ തക്കണം എന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. പ്രാർത്ഥിച്ച് 7 കുറവുകൾ ഓർക്കല്ലേ കർത്താവെ. അടിയൻ്റെ വായിൽ നിന്ന് വന്ന വാചനം കർത്താവയുടെ ആയിരുന്ന മക്കൾക്ക് ഏതെങ്കിലും ഒരു വാക്കിൽ പ്രയോജനപ്പെടുവാൻ, അവരുടെ ജീവിതത്തിൽ ഒരു പ്രയോജനമായി തീരുവാൻ, ഒരു രൂപാന്തരത്തിന് ഉപകാരമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കിയെങ്കിൽ കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. പ്രാർത്ഥിച്ച് 7 കുറവുകൾ ഓർക്കല്ലേ കർത്താവെ. ഏറ്റവും അനുഗ്രഹത്തിന് എല്ലായിടത്തും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. സകലോടത്തെ കർത്താവിൻ്റെ നാമത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കൃപയോടെ എടുത്തിരമറമാറാണമേ. ആമേൻ.